how art portrays life and how life itself becomes art. നമ്മൾ ഓരോ പെർഫോമൻസ് കാണുമ്പോഴും മോസ്റ്റ്ലി ശ്രദ്ധിക്കുന്നത് ആ ഒരു പെർഫോമൻസിൻ്റെ ഡാൻസ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം മ്യൂസിക് അതൊക്കെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം ഡാൻസർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പെർഫോമർ മാത്രമല്ല, ബട്ട് ആൻ ഇൻസ്ട്രുമെൻറ്റ് ത്രൂ വിച്ച് ദ ആർട്ട് ഫ്ലോസ്. ഇൻസ്ട്രുമെൻ്റ് എന്ന് എടുത്ത് പറയാൻ കാരണം നമ്മുടെ ക്ലാസിക്കൽ പെർഫോമൻസസിന് എസ്പെഷ്യലി എൻ്റെ ഒരു ഫീൽഡ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത് കൂച്ചിപ്പുടിയാണ്. അപ്പോൾ കൂച്ചിപ്പുടിയിൽ അല്ലെങ്കിൽ ഏതൊരു ക്ലാസിക്കൽ ആർട്ട് ഫോംസിനും സപ്പോർട്ടീവായിട്ടുള്ള ഘടകങ്ങളാണ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ലൈക്ക് മൃദംഗം, ഫ്ലൂട്ട്, വയലിൻ അങ്ങനെയൊക്കെ. സോ ഈ വീണ അല്ലെങ്കിൽ ഫ്ലൂട്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഈ വീണയൊക്കെ എങ്ങനെയാണോ അതിൻ്റെ സ്ട്രിങ്സ് ഇങ്ങനെ ട്യൂൺ ചെയ്ത് വീണ്ടും വിധം ട്യൂൺ ചെയ്ത് അതിൽ നിന്നും വളരെ സൂത്തിങ് ആയിട്ടുള്ള മധുരമായിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മൃദംഗം പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ് മൃദംഗത്തിൽ നിന്ന് ആ മൃദംഗം വായിച്ച് അതിൽ നിന്ന് ശ്രുതിയോട് ചേർന്നൊരു നാദമുണ്ടാകുന്നത്, അതുപോലെ തന്നെയാണ് ഡാൻസറിൻ്റെ ബോഡിയിൽ നിന്നും ഡാൻസ് എന്നുള്ളത് ട്രാൻസ്ഫോം ആവുന്നത്. അതായത് ഒരു ഡാൻസർ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ആ ഡാൻസറിൻ്റെ ബോഡി, സോൾ, പിന്നെ ഈവൻ ശ്വാസം വരെ എല്ലാം ഒത്തുചേർന്ന് പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്തിട്ടാണ് അതൊരു ഡാൻസായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ കാണുന്ന ഒരു ഡാൻസ് പെർഫോമൻസ് ആയിട്ട് മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാൻസറിൻ്റെ ശരീരം, മനസ്സ്, ചിന്തകൾ, ഇമോഷൻസ്, പിന്നെ സ്റ്റേജ്, ആ ഡാൻസർ പെർഫോം ചെയ്യുന്ന ഒരു വേദി, പിന്നെ സ്റ്റേജിൽ ആ ഡാൻസറിൻ്റെ മുകളിലേക്ക് വരുന്ന ലൈറ്റ്സ്, സ്റ്റേജിന് മുന്നിലിരിക്കുന്ന ഓഡിയൻസ്, പിന്നെ ഓഡിയൻസിൻ്റെ കയ്യടി, ഓഡിയൻസിൻ്റെ സൈലൻസ്, ഇതെല്ലാം ഒത്തുചേർന്ന് സ്റ്റേജ്, ആർട്ട്, ലൈഫ് ഇതൊക്കെ ഒത്തുചേർന്ന് ഒരു സിംഫണി പോലെയാണ് ഒരു ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. എനിവേസ്, അപ്പോൾ അങ്ങനെ ഫ്രെയിം ബൈ ഫ്രെയിം ഡാൻസ് എന്നുള്ളത് ഒരു ആർട്ടായിട്ട് മാറുകയാണ്. ആൻഡ് ദിസ് ആർട്ട് പാസസ് ത്രൂ മീ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ആ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നാണ് ഡാൻസ് എന്നുള്ളത് ട്രാൻസ്ഫോം ആവുന്നത് ഓഡിയൻസിലേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അതായത് ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തിയല്ല, ഞാൻ ആ ക്യാരക്ടറായി മാറുന്നു എന്നൊക്കെ. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ്. ബിക്കോസ് നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മളൊരു മീഡിയം മാത്രമാണ്. നമ്മൾ ആ ആർട്ടിനെ ഓഡിയൻസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ്, ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. സോ കൂച്ചിപ്പുടിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫീൽഡ് കൂച്ചിപ്പുടി ആയതുകൊണ്ട് കൂച്ചിപ്പുടിയിൽ പോസ്റ്റേഴ്സിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം കൂച്ചിപ്പുടിയിലെ ഇപ്പം നമുക്കറിയാം, ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോം ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ചെയ്യുന്നതല്ല. അതിൻ്റെ ചലനങ്ങൾ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, ആ പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, അങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു അസിമെട്രിയാണ് മൊത്തത്തിൽ സ്റ്റേജിൽ, ഒരിക്കലും ഒരു സിമെട്രിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അല്ല. അപ്പം എങ്ങനെയാണ് ഈ അസിമെട്രിക്കൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ ഭംഗിയാക്കുന്നത് അല്ലെങ്കിൽ ഗ്രേസ്ഫുൾ ആക്കുന്നത് എന്നത് ഈ പോസ്റ്റേഴ്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതായത് ത്രിഭംഗി, അതൊരു കൂച്ചിപ്പുടിയിലെ ഒരു ടെക്നിക്കാലിറ്റിയാണ് ത്രിഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രിഭംഗി എന്നാൽ ബെൻഡ്സ് ആൻഡ് കർവ്സ് ആണ്. വളരെ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡി ബെൻഡിങ്സ് ആൻഡ് കർവ്സ്. ഇത് വച്ചിട്ടാണ് നമ്മളിങ്ങനെ മൂവ്മെൻറ്റ്സിന് ഭംഗി വരുന്നത്. അസിമെട്രി ഉണ്ട്, ലിനിയർ അല്ല. അങ്ങനെ അസിമെട്രിക്കൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിന് ഭംഗി വരുന്നത് ഈ ത്രിഭംഗി കൊണ്ടാണ്. അതുപോലെ തന്നെ ലൈഫും ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് റോഡ് പോലെയല്ല. അതും ആ ലൈഫിനും ഈ പറയുന്ന ബെൻസ്, ട്വിസ്റ്റ്, ടേൺസ് ഒക്കെ ഉണ്ട്. ഒരിക്കലും ഒരു സിമെട്രിക്കൽ അല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്.
അപ്പം ലൈഫിൽ ഉണ്ടാകുന്ന ഇംപെർഫെക്ഷൻസ്, എസിമെട്രി അല്ലെങ്കിൽ മിസ്റ്റേക്സ്, ഇതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസവും പുതുതായിട്ടുള്ളൊരു ലൈഫിനെ ഇങ്ങനെ നമ്മൾ കൊറിയോഗ്രാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് എങ്ങനെയാണോ എസിമെട്രിയിൽ നിന്ന് ത്രിഭംഗിയെ കൊണ്ട് പുതിയ പുതിയ ഭംഗിയുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ ആർട്ട് ഫോമിൽ, നമ്മുടെ ഡാൻസിൽ, അതുപോലെ ഡെയിലി നമ്മളിങ്ങനെ ലൈഫിനെ കൊറിയോഗ്രാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പെർഫെക്റ്റ് അല്ല നമ്മുടെ ലൈഫ്. സെയിം അത് തന്നെയാണ് നമ്മുടെ ഡാൻസിലും. ഒരിക്കലും ഒരു സിമെട്രിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നില്ല. സോ ലൈഫ് ഇറ്റ് സെൽഫ് ഇസ് എ കൊറിയോഗ്രഫി. ഇപ്പം ഇനി ഈ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഡാൻസിലെ അഭിനയം എന്ന് പറയുന്നത്. അഭിനയം ഇല്ലാതെ ഒരു ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെളിച്ചമില്ലാതെ ഒരു വിളക്ക് വെക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാറുണ്ട്. സോ അഭിനയം ഈസ് നത്തിങ് ബട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്നത് തന്നെയാണ്. അതായത് ഒരു സൈലൻസിലുണ്ടാവും, ഒരു നോർമൽ കോൺവെർസേഷനിലുണ്ടാകും, അതുപോലെ തന്നെ ദ വേ വി ലുക്ക് അറ്റ് സംവൺ, എല്ലാത്തിലും അഭിനയമുണ്ട്. അഭിനയം ഈസ് നത്തിങ് ബട്ട് അവർ ഇമോഷൻസ് തന്നെയാണ്. അത് ഫേസിലൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് അഭിനയമായി മാറുന്നു ഇൻ ഡാൻസ്. സോ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഒരു അഭിനയ പീസ് ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ സംസാരിക്കാം. ഇവിടെ കൃഷ്ണനും യശോദയും തമ്മിലുള്ള ഒരു സിമ്പിൾ ഓർഡിനറി അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ റിലേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇതിപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഒരമ്മയും മകനും ഒരമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു നോർമൽ ഓർഡിനറി വളരെ സിമ്പിളായിട്ടുള്ള ഒരു അഫെക്ഷൻ, ലവ് ആൻഡ് അഫെക്ഷനാണ്. ഇവിടെ യശോദയ്ക്ക് എല്ലാവർക്കും കൃഷ്ണൻ എന്ന് പറയുന്നത് ജഗത്തിൻ്റെ ഈശ്വരനാണ്. പക്ഷേ യശോദയ്ക്ക് കൃഷ്ണൻ തൻ്റെ കുട്ടിയാണ്. വായ തുറന്ന് മണ്ണ് തിന്നുന്ന സമയത്ത് വായ തുറക്കാൻ പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ കണ്ടു. പക്ഷെ അതൊന്നും അവിടെ ഇല്ല. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, കൃഷ്ണൻ എൻ്റെ കുട്ടിയാണ്, വിശക്കുണ്ടോ ചോദിച്ചിട്ട് ഭക്ഷണം കൊടുക്കണു അല്ലെങ്കിൽ വെണ്ണ കൊടുക്കണു. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു സിമ്പിൾ ഇമോഷൻ തന്നെ ഡാൻസിലേക്ക് വരുമ്പോൾ അത് ജസ്റ്റ് ഒരു എക്സ്ട്രാ ഓർഡിനറി ഇമോഷനായിട്ട് മാറുന്നു എന്ന് മാത്രം. നമ്മുടെ ഉള്ളിലെ ഇമോഷൻ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ചിന്തകളും ഇമോഷൻസാണ് അഭിനയമായിട്ട് ട്രാൻസ്ഫോം ആകുന്നത്. സോ നമുക്ക് ഒരുപാട് വാക്കുകളെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതിനെ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യം കൊണ്ടോ
നമുക്ക് വളരെ ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഡാൻസിൽ. അത് തന്നെയാണ് ഡാൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ പലർക്കും ഒരു ഡാൻസ് പെർഫോമൻസ് എന്നുള്ളത് ഒരു സ്റ്റേജ്, ലൈറ്റ്സ്, കോസ്റ്റ്യൂം, മ്യൂസിക് അങ്ങനെ മാത്രമായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ദ ട്രൂ ആർട്ട് ബിഗിൻസ് ആഫ്റ്റർ ദ പെർഫോമൻസ് എൻഡ്സ്. കാരണം ഓരോ സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞ് ആ സ്റ്റേജ് കർട്ടൻ ക്ലോസ് ചെയ്യുമ്പോഴും പെർഫോമൻസ് അവിടെ അവസാനിച്ചാലും ആർട്ട് എന്നുള്ളത് അവിടെ തുടരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഒരു പെർഫോമൻസിന് ശേഷം ആ ഓഡിയൻസിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഹാർട്ടിൽ സ്റ്റേ ചെയ്യുന്നു. അല്ലെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ സൈലൻസ്, ആ മ്യൂസിക് പ്ലേ ചെയ്തതിനേക്കാൾ പവർഫുള്ളായിട്ട് ആ മ്യൂസിക് ഉണ്ടാക്കിയ സൈലൻസ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഐ കോൾ ബിയോണ്ട് പെർഫോമൻസ്. അപ്പം തീർച്ചയായിട്ടും ആർട്ടിന് ഒരു ആഫ്റ്റർ ലൈഫ് ഉണ്ട്. കാരണം ആർട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, അതിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഒരു കേപ്പബിലിറ്റി ഉണ്ട്, അതിന് ഹീലിംഗ് പവർ ഉണ്ട്. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ടേം ഉപയോഗിച്ചത്, അത് ഇൻഫിനിറ്റ് ലൈഫ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞതും. സോ നമ്മൾ ആർട്ടിസ്റ്റ് എന്നൊരു നിലയ്ക്ക് ഇപ്പോൾ ഒരു ഡാൻസർ എന്നുള്ളത് നമ്മൾ ആ ഡാൻസ് ഫോമിനെ സ്നേഹിക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് കൊടുക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. സോ ആ ഒരു സ്പേസിലേക്ക് എത്താൻ നമ്മൾ എടുക്കുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന സ്നേഹം, ആ ഒരു ലവ് നമുക്ക് എപ്പോഴാണോ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്, ആ ആർട്ടും നമുക്ക് തിരിച്ചു തരുന്നത്, സോ അവിടെയാണ് ഒരു ആർട്ടിസ്റ്റ് ശരിക്കും നമുക്ക് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്നത് ആർട്ടിസ്റ്റ് എന്നത്. സോ എനിക്കും സംശയമില്ലാതെ തന്നെ എനിക്ക് പറയാം ദറ്റ് ഐ ആം ആൻ ആർട്ടിസ്റ്റ്. സോ ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു പെർഫോമൻസ് എന്നുള്ളത് നമ്മുടെ സ്റ്റേജ് കേർട്ടൻ അടച്ച് നമ്മൾ തിരിച്ചു പോകുന്നു, പെർഫോമൻസ് അതിൻ്റെ ആ ഒരു ഭംഗിയും മോടിയും ഒക്കെ ഫെയ്ഡ് ഔട്ട് ആവുന്നു, എങ്കിൽ പോലും ആ ആർട്ട് നിലനിൽക്കുന്നു എന്നുള്ള ഒരു സത്യം ആണ് ദ ഇൻഫിനിറ്റ് ലൈഫ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റേഴ്സും അഭിനയവും ഒക്കെ ഒന്ന് ചേർന്ന് നമ്മുടെ ബോഡി, സോൾ, മൈൻഡ്, ഇമോഷൻസ് എല്ലാം ഒത്തുചേർന്ന് ഈ ഒരു ഡാൻസ് ആയിട്ട് പരിണമിക്കുമ്പോൾ ആ ഒരു ആർട്ട് ഫോമിനെ നിങ്ങൾ റിസീവ് ചെയ്യുന്നു, നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കുന്നു, തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റും അത് തന്നെയാണ്. സോ എൻ്റെ ഈ ഒരു ടോക്കിന് ശേഷവും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആർട്ട് എന്നുള്ള ആ ഒരു ടേം അല്ലെങ്കിൽ ആർട്ട് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു കുറച്ച് നേരമെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ട് എങ്കിൽ ഐ ബിലീവ് ഐ ഹാവ് ഗോൺ ട്രൂലി ബിയോണ്ട് പെർഫോമൻസ്. So this is what I want to tell, beyond performance, the infinite life of art. And this is Swati Narayanan signing off. Thank you.